ഹലോ ഫ്രണ്ട്സ്, സ്മാർട്ട് ട്രിക്സ് ഇൻ PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ പുതിയ SCERT ടെക്സ്റ്റിലെ ഇന്ത്യൻ ഹിസ്റ്ററി ഭാഗമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 8ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റായ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് എന്ന ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ആദ്യം തന്നെ മൂന്ന് ആൾക്കാർ തമ്മിൽ ഉള്ള ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. അച്ഛാ, ഈ സ്വേച്ഛാധിപത്യം നമ്മൾ എത്ര നാൾ സഹിക്കും? നീലം മുതലാളിമാർ നമ്മെ സ്വന്തം മണ്ണിൽ വെറും അടിമകളാക്കിയിരിക്കുന്നു. നമ്മുടെ അവകാശങ്ങൾക്കായി നാം ഉണർന്നു പോരാടേണ്ടിയിരിക്കുന്നു. എൻ്റെ മകനെ, നമ്മുടെ കഷ്ടപ്പാടുകൾ വലുതാണ്, എന്നാൽ നമ്മുടെ ഐക്യം അതിനേക്കാൾ വലുതാണ്. കർഷകർ എന്ന നിലയിൽ മാത്രമല്ല, ഒരു രാഷ്ട്രം എന്ന നിലയിലും നാം ഒരുമിച്ച് നിൽക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു. നമ്മൾ ദുർബലരല്ല, നമുക്ക് ചെറുത്തു നിൽക്കാനും നമ്മുടെ അന്തസ്സ് വീണ്ടെടുക്കാനും കഴിയും എന്ന് നാം ലോകത്തിന് കാണിച്ചു കൊടുക്കണം. അതെ, നോബിൻ പറഞ്ഞത് ശരിയാണ്. നാം വളരെ കാലമായി നിശബ്ദരാണ്. ഈ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ നമ്മുടെ പൂർവികർ നമ്മളോട് ആവശ്യപ്പെടുന്നു. നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി, ഭാവി തലമുറകൾക്കായി നമുക്കൊന്നിച്ച് പോരാടാം. ഇവിടെ കൊടുത്തിട്ടുള്ളത് ബംഗാളി സാഹിത്യകാരനും സാമൂഹ്യ പരിഷ്കർത്താവുമായ ദീനബന്ധു മിത്ര രചിച്ച നീൽദർപ്പൺ എന്ന നാടകത്തിലെ ഭാഗമാണ്. നമ്മൾ മുമ്പത്തെ അധ്യായത്തിൽ കണ്ടതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിലും വരുന്നത്. അപ്പോൾ ഇവിടെ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്, ദീനബന്ധു മിത്ര രചിച്ച നാടകത്തിൻ്റെ പേരാണ് നീൽദർപ്പൺ. നീൽദർപ്പൺ എഴുതിയത് ആരാണ്? ദീനബന്ധു മിത്ര. ഇവിടെ സൈഡിൽ ദാദാഭായ് നവറോജിയെക്കുറിച്ച് ചെറിയൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടുപോകുന്നുവെന്ന തൻ്റെ നിരീക്ഷണം, അതായത് ചോർച്ചാ സിദ്ധാന്തം, ഡ്രെയിൻ തിയറി, അദ്ദേഹം ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നതിന് ഇതിലൂടെ സാധിച്ചു. ഇവിടെ എപ്പോഴും മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആരാണെന്ന്. അത് ദാദാഭായ് നവറോജിയാണ്. പിന്നെ ചോർച്ചാ സിദ്ധാന്തം ആരുടെ നിരീക്ഷണമാണ്? അതും ദാദാഭായ് നവറോജിയുടെയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാണ്? ദാദാഭായ് നവറോജി. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യ നിരവധി നാട്ടുരാജ്യങ്ങളായി ഭിന്നിക്കപ്പെട്ടിരുന്നു. ജാതി, മതം, വേഷം, ഭാഷ, സംസ്കാരം തുടങ്ങിയ എല്ലാ മേഖലകളിലും വേർതിരിവ് നിലനിന്നിരുന്നു. എന്നാൽ 19ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ ഇത്തരം ഭിന്നതകൾക്കെല്ലാം അപ്പുറം ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം രൂപപ്പെട്ടു. ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു ഇന്ത്യൻ ജനതയുടെ ഐക്യബോധത്തിൻ്റെ അടിത്തറ. ഈ ഐക്യബോധത്തെയാണ് ദേശീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യൻ ദേശീയത ശക്തമാക്കുന്നതിനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ദേശീയത? ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു ഇന്ത്യൻ ജനതയുടെ ഐക്യബോധത്തിൻ്റെ അടിത്തറ. അതായത് ഈ ഐക്യബോധത്തിനെയാണ് നമ്മൾ ദേശീയത എന്ന് പറയുന്നത്. എല്ലാവരും തമ്മിലൊരു ഐക്യബോധം ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം, ബ്രിട്ടീഷുകാരുള്ള ഒരു വിരുദ്ധ മനോഭാവം ഉണ്ടായിരുന്നു. ഈ ഒരു ഐക്യബോധത്തിനെയാണ് നമ്മൾ ദേശീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സാമ്പത്തിക നയം. ഇന്ത്യയിലെ വിവിധ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ചും അവർ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചും മുൻ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിരുന്നുവല്ലോ. ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കോളനിയായും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായും ഇന്ത്യ മാറി. സാമ്പത്തിക ചൂഷണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. ഇതിനായി അവർ സ്വീകരിച്ച നയങ്ങൾ ഇന്ത്യയിൽ തൊഴിലില്ലായ്മയും ദാരിദ്ര്യത്തിനും കാരണമായി. തൽഫലമായി കർഷകർ, കൈവേലക്കാർ, ചെറുകിട കച്ചവടക്കാർ, ഗോത്രവിഭാഗക്കാർ തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെപ്പറ്റി വിശദമായ പഠനം നടത്തിയത് ദാദാഭായ് നവറോജി, R.C. ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ തുടങ്ങിയവരാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ നേതാക്കളായിരുന്നു ഇവർ. അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ നേതാക്കൾ ആരൊക്കെയാണ്? ദാദാഭായ് നവറോജി, R.C. ദത്ത്, മഹാദേവ ഗോവിന്ദ റാനഡെ. പാശ്ചാത്യ വിദ്യാഭ്യാസം. ഇവിടെ നേരത്തെ ദാദാഭായ് നവറോജിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് അടുത്ത പേജുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മഹാദേവ ഗോവിന്ദ റാനഡേൻ്റെ ഇമേജും ഉണ്ട്, R.C. ദത്തിൻ്റെ ഇമേജസ് കൊടുത്തിട്ടുണ്ട്.
പാശ്ചാത്യ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് നോക്കാം. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിച്ചത്. ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തി കാണിക്കാനും ഇന്ത്യക്കാരെ സാംസ്കാരികമായി തങ്ങൾക്ക് വിധേയരാക്കാനും തങ്ങളോട് അനുഭാവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കാനുമാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത്. എന്നാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ ജനാധിപത്യം, സ്വാതന്ത്ര്യം, സ്ഥിതിസമത്വം, തുല്യനീതി, ശാസ്ത്രബോധം, പൗരാവകാശം എന്നിവയെക്കുറിച്ച് അവബോധമുള്ളവരായി മാറി. പുതിയ ആശയങ്ങൾ പരിചയപ്പെട്ട ഇന്ത്യക്കാർ തങ്ങളുടെ രാജ്യം എങ്ങനെ ബ്രിട്ടന്റെ കീഴിലായി എന്ന് ചിന്തിച്ചു. ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി അവർ നിരന്തരം സംസാരിച്ചു. രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ആശയ കൈമാറ്റത്തിനുള്ള പൊതുഭാഷയായി ഇംഗ്ലീഷ് മാറി. രാജ്യത്തിൻ്റെ സാമ്പത്തിക, സാമൂഹിക ദൗർബല്യങ്ങൾ തിരിച്ചറിയുന്നതിന് പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യക്കാരെ സഹായിച്ചു. ഇത് ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിതെളിച്ചു. ഇവിടെ നമ്മൾ ഈ ഒരു പാരഗ്രാഫുകൾ നോക്കുകയാണെങ്കിൽ പാശ്ചാത്യ വിദ്യാഭ്യാസമാണ് ഇന്ത്യക്കാർ തങ്ങൾ ആരാണെന്നുള്ള ഒരു തിരിച്ചറിവിന് തന്നെ ഹെൽപ്പ് ചെയ്തത് നമുക്ക് മനസ്സിലാവും. സാഹിത്യവും പത്രങ്ങളും. ഇന്ത്യയിൽ ദേശീയത പ്രചരിപ്പിക്കുന്നതിൽ സാഹിത്യകൃതികളും പത്രങ്ങളും പ്രധാന പങ്ക് വഹിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രതിഷേധം സാഹിത്യത്തിൽ അലയടിച്ചു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും അവഗണനയും ചൂഷണവുമൊക്കെ സാഹിത്യകൃതികളിൽ പ്രതിപാദ്യ വിഷയങ്ങളായി മാറി. അക്കാലത്തെ പ്രമുഖ എഴുത്തുകാരായ ദീനബന്ധു മിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി മുതലായവരുടെ കൃതികൾ ജനങ്ങളിൽ ദേശീയബോധം വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. അപ്പം ആ ഒരു സമയത്തെ പ്രധാന ദേശീയ സാഹിത്യകാരരും അവരുടെ ഭാഷ ഏതാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ബംഗാളി ഭാഷയിലെ പ്രധാന സാഹിത്യകാരന്മാരായിരുന്നു ബങ്കിം ചന്ദ്ര ചാറ്റർജിയും രവീന്ദ്രനാഥ ടാഗോറും. ആസാമീസ് ഭാഷയിലെ പ്രധാനപ്പെട്ട സാഹിത്യകാരനാണ് ലക്ഷ്മിനാഥ് ബസ് ബറുവ. മറാത്തി ഭാഷയിൽ വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ, തമിഴിൽ സുബ്രഹ്മണ്യ ഭാരതി, ഹിന്ദിയിൽ ഭാരതേന്ദു ഹരിശ്ചന്ദ്രയും പ്രേംചന്ദും, ഉറുദുവിൽ അൽതാഫ് ഹുസൈൻ ഹാലി, മലയാളത്തിൽ വള്ളത്തോൾ നാരായണ മേനോൻ. ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലുമായി നിരവധി പത്രങ്ങൾ അക്കാലത്ത് നിലവിൽ വന്നു. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് സാമൂഹിക പരിഷ്കർത്താവായ രാജാറാം മോഹൻ റോയിയാണ്. അദ്ദേഹം ആരംഭിച്ച പത്രങ്ങളാണ് ബംഗാളി ഭാഷയിലെ സംവാദ കൗമുദിയും പേർഷ്യൻ ഭാഷയിലെ മിറാത്ത് ഉൽ അക്ബറും. ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കാനും അവയ്ക്കെതിരെ പ്രതികരിക്കാനും ചൂഷണങ്ങൾക്കെതിരായ മനോഭാവം വളർത്താനും ഇത്തരം വർത്തമാന പത്രങ്ങൾക്ക് സാധിച്ചു. ആധുനിക ആശയങ്ങളും ദേശീയതയും വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച പ്രധാന പത്രങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് പറയുന്നുണ്ട്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? സംവാദ് കൗമുദി. പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? മിറാത്ത് ഉൽ അക്ബർ. അപ്പോൾ സംവാദ് കൗമുദിയും മിറാത്ത് ഉൽ അക്ബറും ആരംഭിച്ചതാരാണ്? രാജാറാം മോഹൻ റോയ്. അപ്പം പത്രവും അതിൻ്റെ ഭാഷയും നമുക്ക് നോക്കാനുണ്ട്. അമൃത് ബസാർ പത്രിക ബംഗാളി ഭാഷയിലുള്ള പത്രമായിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിലുള്ള പത്രങ്ങളാണ് ദ ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ. മലയാളത്തിൽ മാതൃഭൂമി, അൽ അമീൻ. ഈ രണ്ട് പത്രങ്ങളുമാണ് വരുന്നത്. ബ്രിട്ടീഷുകാർ വർത്തമാന പത്രങ്ങളെ അവർക്കെതിരായുള്ള പ്രചാരണായുധമായി കാണുകയും അവയെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ നാട്ടുഭാഷാ പത്ര നിയമം, വെർണാക്കുലർ പ്രസ് ആക്ട്. ഇത്തരം നിയമങ്ങൾക്കെതിരെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി നിലകൊണ്ടു. അപ്പം നാട്ടുഭാഷാ പത്ര നിയമം കൊണ്ടുവന്നതാരാണ്? ലിട്ടൺ പ്രഭു. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടാൻ ആധുനിക വിദ്യാഭ്യാസം സഹായിച്ചു. സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി പ്രവർത്തിച്ച ഇന്ത്യയിലെ ആദ്യകാല പ്രവർത്തകരെയും അവരുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പഠിക്കാനുള്ളത് രാജാറാം മോഹൻ റോയിനെ കുറിച്ചാണ്. ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. 1772 ബംഗാളിൽ ജനിച്ച അദ്ദേഹത്തിന് ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിൽ അഗാധമായി ജ്ഞാനമുണ്ടായിരുന്നു.
ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്ന റോയിയെ ഫ്രഞ്ച് വിപ്ലവാശയങ്ങൾ സ്വാധീനിച്ചിരുന്നു. രാജാറാം മോഹൻ റോയിയുടെ പ്രധാന പ്രവർത്തനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള പോയിന്റുകളാണ്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് ഇത് പഠിക്കുക. സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു. ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. ശൈശവ വിവാഹം, ബഹുഭാര്യത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. ഇതൊക്കെയാണ് രാജാറാം മോഹൻ റോയിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള പോയിന്റുകൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടെ പറയാം. സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു. ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. ശൈശവ വിവാഹം, ബഹുഭാര്യത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. അടുത്തയാള് ജ്യോതിറാവു ഫൂലെ. ഇവിടെ അദ്ദേഹത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെട്ട ജാതികളിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ജ്യോതിറാവു ഫൂലെ. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സത്യശോധക് സമാജം എന്ന സംഘടനയ്ക്ക് അദ്ദേഹം രൂപം നൽകി. വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ഈ സംഘടന ശ്രമങ്ങൾ നടത്തിയിരുന്നു. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. മഹാരാഷ്ട്രയിലെ ജനത ആദരസൂചകമായി അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവിത പങ്കാളിയായ സാവിത്രിബായി ഫൂലെയും ഒപ്പമുണ്ടായിരുന്നു. നിരവധി പെൺപള്ളിക്കൂടങ്ങളും നിശാ പാഠശാലകളും സ്ഥാപിച്ചുകൊണ്ട് സാവിത്രിബായിയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. അപ്പോൾ ജ്യോതിറാവ് ഫൂലെനെ കുറിച്ച് പറഞ്ഞ പോയിന്റുകൾ എന്തൊക്കെയാണ്? ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല മഹാരാഷ്ട്രയാണ്. അവിടെ സത്യശോധക് സമാജം എന്ന സംഘടനയ്ക്ക് അദ്ദേഹം രൂപം നൽകിയിട്ടുണ്ട്. വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും സത്യശോധക് സമാജം മുൻകൈയെടുത്തിട്ടുണ്ട്. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ജനത മഹാത്മാ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ജ്യോതിറാവു ഫൂലെനെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയുടെ പേരെന്താണ്? സാവിത്രി ഭായ്. അവർ ചെയ്ത പ്രവർത്തനങ്ങൾ എന്താണ്? പെൺപള്ളിക്കൂടങ്ങളും നിശാ പാഠശാലകളും സ്ഥാപിച്ച് കൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അവർ പങ്കാളിയായിട്ടുണ്ട്. അടുത്തയാള് പണ്ഡിത രമാഭായി. സാമൂഹിക പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്നു പണ്ഡിത രമാഭായി. കർണാടക സ്വദേശിയായ രമാഭായി സംസ്കൃതം, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകൾ സ്വായത്തമാക്കി. സംസ്കൃത സാഹിത്യത്തിലുള്ള അവഗാഹം പരിഗണിച്ച് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാബായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചു. പണ്ഡിത രമാബായി ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു. ഇത്തരം പ്രവർത്തനങ്ങൾക്കായി ആര്യ മഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. വിധവകളുടെ പുനരധിവാസത്തിനായി ശാരദാ സദനം എന്ന അഭയ കേന്ദ്രവും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചു. 1889 ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അവർ പങ്കെടുത്തു. ഇത്രയും പോയിന്റുകളാണ് പണ്ഡിത രമാബായിയെ കുറിച്ച് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. അദ്ദേഹം ഏത് നാട്ടുകാരിയായിരുന്നു? കർണാടക സ്വദേശിയായിരുന്നു. ഏത് സർവകലാശാലയിലെ അധ്യാപകരാണ് രമാബായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചത്? കൽക്കത്ത സർവകലാശാലയിലെ. അവർ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്തത്? ശൈശവ വിവാഹത്തിനെതിരെ നിലകൊണ്ടു. വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. ആര്യ മഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. വിധവകളുടെ പുനരധിവാസത്തിനായി സ്ഥാപിച്ച അഭയകേന്ദ്രത്തിൻ്റെ പേരെന്താണ്? ശാരദാ സദനം. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി കൊണ്ടുവന്ന പദ്ധതിയുടെ പേരെന്താണ്? മുക്തി മിഷൻ. പണ്ഡിത രമാബായി പങ്കെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം ഏതാണ്? 1889 ബോംബെ സമ്മേളനത്തിലാണ് അവർ പങ്കെടുത്തിട്ടുള്ളത്. ഇനി സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിൻ്റെ സ്ഥാപകരെയും നമുക്ക് പഠിക്കാനുണ്ട്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവറ്റ്സ്കി ആൻഡ് കേണൽ ഓൾക്കോട്ട്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. ഹിതകാരുണ്യ സമാജം വീരേശലിംഗം പന്തലു.
സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. ഇനി നേരെ തിരിച്ച് നമുക്ക് നോക്കാം. ആത്മാറാം പാണ്ഡുരംഗ് സ്ഥാപിച്ചത് പ്രാർത്ഥനാ സമാജം. സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം. സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ചത് അലിഗഡ് പ്രസ്ഥാനം. മാഡം ബ്ലാവിറ്റ്സ്കിയും കേണൽ ഓൾക്കോട്ടും സ്ഥാപിച്ചത് ഏതാണ്? തിയോസഫിക്കൽ സൊസൈറ്റി. സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ. വീരേശലിംഗം പന്തലു ഹിതകാരിണി സമാജം. EV രാമസ്വാമി നായ്ക്കർ സ്വാഭിമാന പ്രസ്ഥാനം. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. ഇതും കൃത്യമായിട്ട് പഠിക്കണം. ഇതും ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനിലുള്ളതാണ്. നെക്സ്റ്റ്, ഗതാഗതവും വാർത്താവിനിമയവും. വ്യാപാരം, വ്യവസായം, സൈനിക ആവശ്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ വിപുലീകരിച്ചു. റെയിൽവേയും പോസ്റ്റൽ സംവിധാനവും കമ്പി തപാലും അവർ ആരംഭിച്ചു. ചരക്കു നീക്കം എളുപ്പത്തിലാക്കുവാൻ റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തി. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കാനും ആശയവിനിമയം നടത്താനും പരസ്പരം മനസ്സിലാക്കാനും ഈ സൗകര്യങ്ങൾ ഇന്ത്യക്കാരെ സഹായിച്ചു. അതുവഴി ദേശീയ മനോഭാവം രൂപപ്പെടുകയും ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുകയും ചെയ്തു. ഏകീകൃത ഭരണ സമ്പ്രദായം, നിയമവ്യവസ്ഥ, നാണയവ്യവസ്ഥ തുടങ്ങിയവ നടപ്പിലാക്കിയതും ജനങ്ങൾക്കിടയിൽ ഐക്യബോധം സൃഷ്ടിച്ചു. ഇനി രാഷ്ട്രീയ സംഘടനകൾ രൂപം കൊള്ളുവാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ ഒറ്റക്കെട്ടായി അണിനിരത്തുന്നതിന് സംഘടനകൾ രൂപീകരിക്കണമെന്ന അഭിപ്രായം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നു. ഇതിന്റെ ഫലമായി 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു. അതിൽ ചിലത് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. 3 പ്രസ്ഥാനങ്ങളും അതിൻ്റെ പ്രവർത്തന കേന്ദ്രവും അതിന് നേതൃത്വം നൽകിയ നേതാക്കളെയാണ് പറയുന്നത്. ഇന്ത്യൻ അസോസിയേഷൻ കൽക്കട്ട, സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദമോഹൻ ബോസും. മദ്രാസ് മഹാജൻ സഭ, ആ പേരിൽ തന്നെയുണ്ട്, മദ്രാസിലായിരുന്നു അതിൻ്റെ പ്രവർത്തന കേന്ദ്രം. M വീരരാഘവാചാരി, G സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു, ഈ 3 പേരാണ് മദ്രാസ് മഹാജൻ സഭയ്ക്ക് നേതൃത്വം നൽകിയത്. നെക്സ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. അതിൻ്റെ പ്രവർത്തന കേന്ദ്രം ബോംബെ ആണ്. നേതൃത്വം നൽകിയത് ഫിറോസ് ഷാ മേത്ത, KT തലാങ്, ബദ്രുദ്ദീൻ തിയാബ്ജി, ഈ 3 പേരാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് അഖിലേന്ത്യാ സംഘടന രൂപം കൊള്ളുന്നുള്ള വക. അതിനു മുമ്പ് ഈ സംഘടനകൾക്കൊന്നും അഖിലേന്ത്യാ സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഇവിടെ പ്രവർത്തനം ചില പ്രവിശ്യകളിലും പ്രദേശങ്ങളിലും മാത്രമായി ഒതുങ്ങിയിരുന്നു. ധനികരുടെയും മധ്യവർഗത്തിൻ്റെയും നേതൃത്വത്തിലുള്ള ഇത്തരം സംഘടനകൾക്ക് ബഹുജനങ്ങളെ രാഷ്ട്രീയമായി ബോധവൽക്കരിക്കാൻ സാധിച്ചില്ല. ഈ സാഹചര്യത്തിൽ ഒരു അഖിലേന്ത്യാ സംഘടന രൂപീകരിക്കേണ്ട ആവശ്യകത ശക്തിപ്പെട്ടു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രം കുട്ടികൾക്ക് എന്നുള്ളതിൻ്റെ ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1885 ഡിസംബർ 28 പകൽ 12 മണി ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറിയിൽ ഒരു യോഗം നടക്കുന്നു. 72 പേർ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ചില പ്രധാന സംഘടനകളുടെ പ്രതിനിധികളായി പ്രവർത്തിച്ചവരാണ് അവർ. ഭാഷ കൊണ്ടും മതവിശ്വാസം കൊണ്ടും സമൂഹത്തിൽ ആർജിച്ചിരുന്ന അംഗീകാരം കൊണ്ടും വൈവിധ്യമാർന്ന വ്യക്തിത്വമുള്ളവർ. സംഘാടകരിൽ ഒരാൾ ഇംഗ്ലീഷുകാരനായ അലൻ ഒക്ടേവിയൻ ഹ്യൂം ആയിരുന്നു. WC ബാനർജി എന്ന അഭിഭാഷകനായിരുന്നു അന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദേശീയ സംഘടനയ്ക്ക് തുടക്കം കുറിച്ച ചരിത്ര പ്രധാനമായ സമ്മേളനത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. INC രൂപം കൊണ്ട ഡേറ്റ് ഏതാണ്? 1885 ഡിസംബർ 28. എവിടെ വെച്ചാണ് അതിൻ്റെ ആദ്യത്തെ യോഗം നടക്കുന്നത്? ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ച്. എത്ര പേർ പങ്കെടുത്തു? 72 പേര്. സംഘാടകരിലെ ഇംഗ്ലീഷുകാരനായ വ്യക്തി ആരാണ്? അലൻ ഒക്ടേവിയൻ ഹ്യൂം. അധ്യക്ഷത വഹിച്ചതാരാണ്? WC ബാനർജി. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇത് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 72 പേരടങ്ങുന്ന ആ സമ്മേളനത്തിൻ്റെ ചിത്രം. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ പൊതു അഭിപ്രായം രൂപീകരിക്കുക എന്നതായിരുന്നു ഈ സമ്മേളനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക. ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക. പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുക. രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക. അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും
കേന്ദ്രങ്ങൾ അനുവദിക്കുക. ഇത്രയും കാര്യങ്ങളാണ് INCയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളായിട്ട് വരുന്നത്. എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിരുന്നു. അക്കാലത്തെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ ബാനർജി, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ തിയാബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, പി ആനന്ദ ചാർലു, RC ദത്ത്, ആനന്ദ മോഹൻ ബോസ് എന്നിവർ. ഇനി വിഭജനവും ഭിന്നിപ്പിക്കലും എന്ന ഭാഗമാണ്. ബംഗാൾ വിഭജനമൊക്കെ ഇവിടെ വരുന്നതാണ്. ഇവിടെ ചേറ്റൂർ ശങ്കരൻ നായരെക്കുറിച്ച്, സർ C ശങ്കരൻ നായരെക്കുറിച്ച് ഒരു പോയിന്റ് പറയുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇദ്ദേഹം കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത്. ഇവിടെ ബംഗാൾ വിഭജനത്തിനെ കുറിച്ച് ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. H. റിസ്ലെ എഴുതിയതാണ്. ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തിക്ഷയമുണ്ടാവും. കോൺഗ്രസ് നേതാക്കന്മാരുടെ തോന്നൽ ഇതാണ്. അവരുടെ ആശങ്ക പൂർണ്ണമായും ശരിയാണ്. ബംഗാൾ വിഭജിക്കാനുള്ള പദ്ധതികളുടെ മേന്മയിലൊന്ന് ഇതുതന്നെയാണ്. നമ്മുടെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന് നമ്മുടെ ഭരണത്തിന്റെ എതിരാളികളെ ഭിന്നിപ്പിക്കുകയും അതുവഴി എതിർക്കുന്ന സംഘടനയെ ദുർബലമാക്കുകയുമാണ്. ബംഗാൾ വിഭജനത്തിന്റെ ലക്ഷ്യം വിശദീകരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ എഴുതിയ ഒരു ഔദ്യോഗിക കുറിപ്പിലെ വിവരണമാണ് നമ്മളിപ്പോൾ വായിച്ചത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്താൻ ബ്രിട്ടീഷ് അധികാരികൾ പലതരം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അവയിൽ പ്രധാനമായിരുന്നു ബംഗാൾ വിഭജനം. ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തി കേന്ദ്രമായ ബംഗാൾ പ്രവിശ്യയെ രണ്ടായി വിഭജിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ വിസ്തൃതമാണെന്നും കാര്യക്ഷമമായ ഭരണനിർവഹണത്തിന് വിഭജനം അനിവാര്യമാണെന്നും ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കേഴ്സൺ പ്രഭു ആണ് വാദിച്ചത്. അപ്പം ബംഗാൾ വിഭജനത്തിന് വേണ്ടി വാദിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? കേഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം. ബംഗാളിനെ കിഴക്കൻ ബംഗാൾ, പടിഞ്ഞാറൻ ബംഗാൾ എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചു. കിഴക്കൻ ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിരുന്നു. വിഭജനം നിലവിൽ വന്ന 1905 ഒക്ടോബർ 16 ബംഗാളിലുടനീളം ദുഃഖാചരണം നടന്നു. കൽക്കത്തയിൽ ഹർത്താൽ ആചരിച്ചു. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച അമർ സോന ബംഗ്ല എന്ന ദേശഭക്തി ഗാനവും ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവുകളിൽ സംഘടിച്ചു. ഈ പ്രതിഷേധങ്ങൾ ഒരു വലിയ സമരമായി മാറി. ഇത് സ്വദേശി പ്രസ്ഥാനം എന്നറിയപ്പെട്ടു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായ ഒരു കുതിച്ചുചാട്ടമാണ് സ്വദേശി പ്രസ്ഥാനത്തോടുകൂടി ഉണ്ടായത്. ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവും ആയിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന സമരരീതി. സ്വാശ്രയം എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന ആശയം. സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും ഇങ്ങനെ സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുകയുമായിരുന്നു സ്വദേശി സമരത്തിന്റെ ലക്ഷ്യം. അപ്പം ഏത് ദിവസമാണ് ബംഗാൾ വിഭജനം നടന്നത്? 1905 ഒക്ടോബർ 16. അന്ന് കൽക്കത്തയിലെ ഹർത്താലും ബംഗാളിലുടനീളം ദുഃഖാചരണവും നടന്നിട്ടുണ്ടായിരുന്നു. അമർ സോന ബംഗ്ല രചിച്ചതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ. അപ്പം ഇതിൻ്റെ ബംഗാൾ വിഭജനത്തിൻ്റെ ഭാഗമായി ഉള്ള 2 പോയിന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിരവധി തുണിമില്ലുകൾ, സോപ്പ് നിർമ്മാണശാലകൾ, തീപ്പെട്ടി ഫാക്ടറികൾ, കൈത്തറി സ്ഥാപനങ്ങൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ആരംഭിച്ചു. ആചാര്യ PC റോയ് ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ, രവീന്ദ്രനാഥ ടാഗോർ തുടക്കമിട്ട സ്വദേശി സ്റ്റോർ, V ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, ജാംഷെഡ്ജി ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി എന്നിവയും സ്വദേശി സമരത്തിന്റെ ഭാഗമായി രൂപം കൊണ്ടവയാണ്. ഇനി സുരേന്ദ്രനാഥ ടാഗോർ ബാനർജി സ്വദേശി പ്രസ്ഥാനത്തിനെ കുറിച്ച് നൽകിയിട്ടുള്ള ഒരു പോയിന്റ് വിവരണം കൊടുത്തിട്ടുണ്ട്. കരുത്തിന്റെ നാളുകളിൽ സ്വദേശി പ്രസ്ഥാനം നമ്മുടെ സാമൂഹിക ഗാർഹിക ജീവിതത്തിന്റെ മുഴുവൻ പ്രതലത്തിലും നിറം ചാർത്തി. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടാവുന്നതുപോലെയുള്ള വിദേശ വസ്തുക്കൾ ഉൾപ്പെടെ വിവാഹ സമ്മാനങ്ങൾ മടക്കി നൽകപ്പെട്ടു. ദേവന്മാർക്ക് നിവേദ്യമായി വസ്തുക്കൾ സമർപ്പിക്കപ്പെട്ട ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിക്കാൻ പുരോഹിതർ പലപ്പോഴും എതിർപ്പ് പ്രകടിപ്പിച്ചു. വിദേശ ഉപ്പോ പഞ്ചസാരയോ ഉപയോഗിച്ചുള്ള ആഘോഷവേളകളിൽ പങ്കെടുക്കാൻ അതിഥികൾ വിസമ്മതിച്ചു. ബിപിൻ ചന്ദ്ര എഴുതിയ ആധുനിക ഇന്ത്യ എന്നുള്ള ബുക്കിൽ നിന്നുള്ളതാണിത്. ഇത്തരം പ്രചാരണ പരിപാടികൾ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുകയും ഇന്ത്യൻ ജനതയിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ഇതിലൂടെ ഇന്ത്യയിലെ സാധാരണക്കാരും സ്ത്രീകളും വിദ്യാർത്ഥികളും ആദ്യമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളായി. ഈ പ്രസ്ഥാനത്തിന്റെ സ്വാധീനം സാംസ്കാരികം, വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ അനുഭവപ്പെട്ടു.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനും സ്വദേശി എന്ന പുതിയ സമരമാർഗം സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന ചെയ്യാനും സ്വദേശി പ്രസ്ഥാനത്തിന് സാധിച്ചു. സ്വദേശി പ്രസ്ഥാനം ദേശീയ സമരത്തെ സാധാരണക്കാരിലേക്ക് എത്തിച്ചു. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് മിതവാദികളും തീവ്രദേശീയവാദികളും എന്ന ഭാഗമാണ്. അതിനു മുമ്പ് സ്വദേശി സമിതികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിനുമായി പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനകളാണ് സ്വദേശി സമിതികൾ. അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാന്ധവ് സമിതി ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നു. സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധിയും മറ്റും മൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, ശ്രദ്ധിക്കുക. അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി സമിതിയുടെ പേരെന്താണ്? സ്വദേശി ബാന്ധവ് സമിതി. അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധിയും മറ്റും മൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. നെക്സ്റ്റ് നമുക്ക് മിതവാദികളും തീവ്രദേശീയവാദികളും നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തന രീതികളെ സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിന്നിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല. അവർ മിതവാദികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി എന്നിവരായിരുന്നു അവരിൽ പ്രധാനികൾ. സമാധാനപരവും രക്തരഹിതവുമായ സമരങ്ങളിലൂടെയും യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിലൂടെയും അവർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും അതൃപ്തരായ മറ്റൊരു വിഭാഗം കോൺഗ്രസിൽ ശക്തരായി. അവർ തീവ്രദേശീയവാദികൾ എന്നറിയപ്പെട്ടു. ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് എന്നിവരായിരുന്നു ഇതിൽ പ്രധാനികൾ. ഇവരുടെ പ്രവർത്തന രീതികൾ മിതവാദികളുടേതിൽ നിന്നും തികച്ചും വിഭിന്നമായിരുന്നു. സ്വദേശി ബഹിഷ്കരണം തുടങ്ങിയ വിപ്ലവകരമായ പ്രവർത്തന രീതികൾ സ്വീകരിച്ച് ഇവർ ശക്തമായ പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ എന്ന് വാദിച്ചു. അപ്പം മിതവാദികളിൽ പെടുന്ന ആരൊക്കെയാണ്? ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി. ഇനി തീവ്രദേശീയവാദികളിൽ പെടുന്നതോ? ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. ലാൽ ബാൽ പാൽ. നോക്കാം. മിതവാദികളുടെയും തീവ്രദേശീയവാദികളുടെയും അഭിപ്രായ ഭിന്നതകൾ 1907 സൂററ്റിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് രൂക്ഷമായി. സമ്മേളനം തുടർന്നു കൊണ്ടുപോവുക പോലും അസാധ്യമായി. ഈ സംഭവ വികാസങ്ങൾ കോൺഗ്രസിനെ പിളർപ്പിലേക്ക് നയിച്ചു. അപ്പോൾ കോൺഗ്രസ് INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിളർന്ന സമ്മേളനം ഏതാണ്? 1907 സൂററ്റ് സമ്മേളനമാണ്. കോൺഗ്രസിലുണ്ടായ പിളർപ്പ് ബ്രിട്ടീഷുകാർ വളരെ സമർത്ഥമായി മുതലെടുത്തു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം കൂടുതൽ ആഴത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് ഇതിലൂടെ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. ബ്രിട്ടീഷുകാർ തീവ്ര ദേശീയവാദികൾക്കെതിരെ കർശന നടപടികൾ ആരംഭിച്ചു. നേതാക്കളെ അറസ്റ്റ് ചെയ്തു. ഇനി സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ആഗാഖാന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംലയിൽ വെച്ച് മിന്റോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. സർക്കാരിന്റെ എല്ലാ തലങ്ങളിലും തങ്ങളുടെ സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങളോടുള്ള വൈസ്രോയിയുടെ പ്രതികരണം തികച്ചും അനുകൂലമായിരുന്നു. ഇത് മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കാൻ പ്രചോദനമാവുകയും 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമാവുകയും ചെയ്തു. ഇപ്പൊ സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമായത് എപ്പോഴാണ്? 1906. ജനരോഷം തണുപ്പിക്കുന്നതിനും കോൺഗ്രസിലെ മിതവാദികളെ സ്വാധീനിക്കുന്നതിനും വേണ്ടി ചില ഭരണപരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. 1909 നടപ്പിലാക്കിയ മിന്റോ മോർലി പരിഷ്കാരങ്ങൾ ഇത്തരത്തിലുള്ളതായിരുന്നു. ഈ പരിഷ്കാരത്തിലെ പ്രധാന വ്യവസ്ഥകളാണ്: മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക, നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക തുടങ്ങിയവ. ഇപ്പം മിന്റോ മോർലി പരിഷ്കാരം നടപ്പിലാക്കിയ വർഷം ഏതാണ്? 1909. ലാൽ ബാൽ പാല് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ദേശീയ പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്ത് പകർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ തീവ്ര ദേശീയ നേതാക്കളാണ് ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ. ഇവർ ലാൽ ബാൽ പാൽ എന്ന് അറിയപ്പെടുന്നു. നെക്സ്റ്റ്, ഹോം റൂൾ ലീഗ്. 1914 ആരംഭിച്ച ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായി. ഇതിന് നേതൃത്വം നൽകിയത് ഹോം റൂൾ ലീഗ് എന്ന സംഘടനയായിരുന്നു.
ആനി ബസന്റിൻ്റെയും ബാലഗംഗാധര തിലകിൻ്റെയും നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനപിന്തുണ നേടി. ഹോം റൂൾ അഥവാ സ്വയം ഭരണമായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം. ഹോം റൂൾ ലീഗിന്റെ പ്രചാരണത്തിനായി ആനി ബസന്റും ബാലഗംഗാധര തിലകും രാജ്യത്തുടനീളം സഞ്ചരിക്കുകയും ഇതിന്റെ ശാഖകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ ഗവൺമെന്റ് ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. പിന്നീട് ജയിൽ മോചിതയായ അവർ 1917 കൽക്കട്ട സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിതയാണ് ആനി ബസന്റ്. ഇത് ഹോം റൂൾ ലീഗ് പ്രചാരണ പരിപാടിയുടെ ഒരു ഇമേജ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം? ഹോം റൂൾ ലീഗിന് നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ്? ആനി ബസന്റും ബാലഗംഗാധര തിലകനും. ഇതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഹോം റൂൾ അഥവാ സ്വയം ഭരണമായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിത ആരാണ്? ആനി ബസന്റ്. ഏത് സമ്മേളനത്തിനാണ്? 1917 കൽക്കട്ട സമ്മേളനം. ഇനി ഐക്യത്തിന്റെ ലക്നൗ. 1916 കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടന്നത് ലക്നൌവിലായിരുന്നു. ഈ സമ്മേളനം ചില സുപ്രധാന തീരുമാനങ്ങളാൽ ശ്രദ്ധേയമായിരുന്നു. മിതവാദികളും ദേശീയവാദികളും ഐക്യപ്പെടാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമ്മേളനത്തിൽ തീരുമാനിച്ചു. നമ്മൾ ഓൾറെഡി കണ്ടു 1907 സൂററ്റ് സമ്മേളനത്തിൽ INC പിളർന്നു. അത് വീണ്ടും ഒരുമിച്ച് എപ്പോഴാണ്? 1916 ലക്നൗ സമ്മേളനത്തിൽ. ഇനി ഇതര വഴികളിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമര രീതികളിൽ നിന്നും വ്യത്യസ്തമായി ചിലർ രഹസ്യ വിപ്ലവ സംഘടനകൾ രൂപീകരിച്ച് സായുധ സമരത്തിന്റെ മാർഗം അവലംബിച്ചു. പാശ്ചാത്യ സാമ്രാജ്യത്തെ ഹിംസയിലൂടെ മാത്രമേ അമർച്ച ചെയ്യാൻ കഴിയൂ എന്ന് അവർ വിശ്വസിച്ചു. അവയിൽ ചിലതാണ് കൊടുത്തിട്ടുള്ളത്. 4 സംഘടനകളാണ്. അനുശീലൻ സമിതി ബംഗാളിന് നേതൃത്വം നൽകിയത് സച്ചീന്ദ്രനാഥ് സന്യാൽ, അരബിന്ദോ ഘോഷ്. ഈ SCERT ടേബിളുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ക്വസ്റ്റ്യൻ ഇടുന്നവർക്കെല്ലാം പെട്ടെന്ന് ടേബിൾ നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ഇടാൻ എളുപ്പമാണ്. അപ്പോൾ എല്ലാ ടേബിളുകളും നിങ്ങൾ കൃത്യമായിട്ട് കാണാതെ പഠിച്ചിരിക്കണം കേട്ടോ. അനുശീലൻ സമിതി ബംഗാള്, സച്ചീന്ദ്രനാഥ് സന്യാൽ, അരബിന്ദോ ഘോഷ്. അടുത്തത് ഭാരത് മാതാ അസോസിയേഷൻ, അത് മദ്രാസിലാണ്. നേതൃത്വം നൽകിയത് നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. അടുത്തത് യുഗാന്തർ പാർട്ടി ബംഗാളിൽ തന്നെയാണ്. റാഷ് ബിഹാരി ബോസ്, ബുദ്ധിറാം ബോസ്. ഗദ്ദാർ പാർട്ടി അമേരിക്കയിലാണ്. നേതൃത്വം നൽകിയത് ലാല ഹർദയാൽ. ഇപ്പോൾ 2 വിപ്ലവ സംഘടനകൾ ബംഗാളിലുണ്ട്, അനുശീലൻ സമിതിയും യുഗാന്തർ പാർട്ടിയും. ബ്രിട്ടീഷുകാരുടെ വിവിധ ചൂഷണ നയങ്ങളും അതിനെതിരെ ഇന്ത്യൻ ജനത സ്വീകരിച്ച ചെറുത്തുനിൽപ്പുകളുമാണ് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയിലേക്ക് നയിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരായ ഇന്ത്യൻ ജനതയുടെ ചെറുത്തുനിൽപ്പുകൾക്ക് ഒരു സംഘടിത രൂപം കൈവന്നു. അക്കാലത്ത് ഏറ്റവും ശക്തമായ ജനകീയ പ്രക്ഷോഭമായിരുന്നു ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാനം. പിൽക്കാലത്ത് ഗാന്ധിജി നേതൃത്വം ഏറ്റെടുത്തോടെ സ്വാതന്ത്ര്യ സമരം കൂടുതൽ ജനകീയവും ശക്തവുമായി തീർന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് എന്ന ചാപ്റ്ററാണ് പഠിച്ചത്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങ് കാണാപ്പാടം ആയിക്കോളും. എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പോവുക. അപ്പം ക്ലാസ് തീർക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ആദ്യ വനിത ഏതാണ്? ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷയായത്? നമ്മൾ ഇത്രയും നേരം കേട്ട ക്ലാസ്സിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക്